ഹലോ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടി കിടക്കുന്നു. ഹലോ ഗൈസ്, ഏവർക്കും സ്വാഗതം. നമ്മുടെ കായംകുളം ജംഗ്ഷന്റെ പുതിയ വീടാണ് കോവളം ബീച്ച്. വീട്ടിലെ സ്പോട്ടാണ് മസ്റ്റായി. കടൽ കൂടുതലാണ്. നമ്മൾ ഇനി ശംഖുമുഖത്ത് പോയി അവിടെ ആകുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. അവിടെ വാതാമരമില്ല, ഉള്ളു മലയാളീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. കുറച്ച് പട്ടികളും ഉണ്ട്, പക്ഷെ ഭയങ്കര കുഴിയാണ് ഇവിടെ. തിര വരും. നീയൊക്കെ വന്നതല്ലേ, അതുകൊണ്ട് തിര വരും. അതി സംശയമൊന്നും ഇല്ല. നീയൊക്കെ വന്നതല്ലേ, സ്വാഭാവികം. അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. കുഴപ്പമില്ല, ഞാൻ തിര കാണാൻ വന്നില്ല, വാതാവരണം കാണാൻ വന്നല്ലേ. പറയാം ബായി വിളിച്ചാൽ മതി. ബായി അത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇന്ന് ലാസ്റ്റ് കോവളത്താണ്. കുറെ അമ്പലങ്ങളിലൊക്കെ അത്യാവശ്യമൊക്കെ പോയി, പക്ഷെ അതിന്റെ മൂടൊന്നും തോന്നിയില്ല കേട്ടോ. ഇപ്പോഴാണ് ചെറിയൊരു മൂട് വന്ന് ബീച്ചിൽ വന്നപ്പോൾ. കാരണം വൈബ് അത്രയ്ക്ക് ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പം അടിച്ചു പൊളിക്കുന്നതൊക്കെ വിചാരിക്കുന്നു, അറിയില്ല. ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടും പലവർക്കും ശബ്ദിക്കാതെ ഞാർന്ന് പോയി ചെയ്യാനല്ലേ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക വൈബുണ്ട് കേട്ടോ. നല്ല കാര്യം. കോവളം ബീച്ചിൽ ആദ്യമായിട്ടാണ്. അല്ല, കോവളം ബീച്ചിൽ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. 4 മാസം പഠിക്കുമ്പോഴാണ് വന്നത്. ഫസ്റ്റ് ടൈം. ഇതല്ല, വേറൊരു സ്ഥലമുണ്ട്. ചെറിയ സ്ഥലം കേട്ടോ. വേറൊരു സ്ഥലമുണ്ട്. കടലും കായലും കൂടെ ഉള്ള ഒരു സംഭവം സ്ഥലമുണ്ട്. അത് കടലും കായലും ഉള്ളത് അതിന് വേറൊരു സ്ഥലമുണ്ട്. ഇതല്ലാതെ ഇതല്ല ശരിക്കുള്ള ബീച്ച്. ഇതല്ല, നമ്മൾ അവിടെ അല്ല ബീച്ച് പോകാനെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. കാണിച്ചാൽ നല്ല കുഴിയാണോ, നല്ല ഇറക്കും. ഇത് മാതാമല്ലേടി, ഇത് ഇന്ത്യൻ. നമ്മുടെ നാടൻ, നമ്മുടെ സ്വന്തം നായക്കുട്ടി. സായിപ്പൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഇവിടുത്തെ നാട്ടിലെ മാതാമയാണ് കിടക്കുന്നത് കേട്ടോ. ഇതാണ് ഇപ്പൊ വെയിലുള്ള ഇവനെ ഉള്ളു കിടപ്പുള്ളൂ, വേറെ ആരുമില്ല. പിണങ്ങി കിടക്കുവാണ്. കാരണം കേട്ടോ അവിടെ ഞാൻ പറഞ്ഞ തിട്ട പോലെ ഉണ്ടെന്നല്ല, ഭയങ്കര ആഴവും ഭയങ്കര തിരയുവാട്ടോ. അപ്പത്തേന് മോളൊന്ന് ആ തിട്ടക്ക് വരുന്നപ്പോ അവര് വിസിലടിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. മോളെ കൊണ്ട് മാത്രമല്ല, മൊത്തത്തിലാണ്. കാരണം അത്രയ്ക്കും അപകടകരമായ രീതിയിലാണ് ഈ കടലയ്ക്ക് ആഴമാണ് കേട്ടോ. തിട്ടുണ്ട്. ഈ തിട്ടലായിരുന്നു. ഇത് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ തിരയോട് നമ്മൾ ഈ സൈഡിൽ നിൽക്കുമ്പോഴാണ് അവര് വിസിൽ അടിക്കുന്നത്. അവരെയും പറയാൻ പറ്റത്തില്ല. അവര് ആ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അവര് പറയുന്നത്. അതുകൊണ്ട് തിരയങ്ങ് കൊണ്ടുവന്നു. കാരണം തിരയൊന്നും ചുടർന്ന ഒരു തിരയല്ല, ഭയങ്കര തിരയാട്ടോ. അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിന് പിണങ്ങി പോയേക്കാണ്. പക്ഷെ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്തെയാണ് പോകാട്ടോ. ബീച്ച് ഉണ്ടെന്നാണ് പോകാൻ അറിയില്ല. ഉപ്പിലിട്ടത് കണ്ട വായി വെള്ളം നിൽക്കത്തില്ല അല്ലേ. ചാമ്പയ്ക്ക പറഞ്ഞത്. ചാമ്പയ്ക്ക എത്ര ചേച്ചി? ഐ ഡോണ്ട് നോ. അതെന്തുവാ? പണമുളകാണ് എന്തുവാണ് കഴിക്കുന്നത് പറയാ. അണ്ണൻ പറയുന്നത് ഇവിടെ തിര കൂടുതലാണ്. അണ്ണനല്ല പറയുന്നത്, ഇവിടെ വേണ്ട ഉദ്യോഗസ്ഥരാ പറയുന്നത്. ശരിയാണ്, അവർ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. മഴക്കാലം തുടങ്ങാൻ പോകുന്നുണ്ട്. അപകടമാണ്. പിള്ളേർക്ക് കളിക്കാൻ പറ്റില്ല, പിണങ്ങിയിരിക്കാണ്. ശംഖുമുഖത്താകുമ്പോൾ പാർക്കും ഉണ്ട്, ബീച്ചും ഉണ്ടെന്നാണ് പറയുന്നത്. തിരയില്ലെന്ന് വിശ്വസിക്കുന്നു. അവിടെ ചെല്ലും പറയാം. കാരണം മഴ ഇവിടെ നിരപ്പല്ലേ, ഇവിടെ ഇതെല്ലാം നല്ല കുഴി പോലെ. ഈ ഭാഗത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പുറത്തെ സൈഡിലാണ്, ബീച്ചിലാണ് പോകുന്നത്. അവര് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കടലിറങ്ങാൻ പറ്റിയില്ല, പിന്നെ അപ്പുറത്ത് പോകുമ്പോൾ ഇറക്കാം. നമുക്ക് ഇനിയിപ്പോ ശംഖുമുഖത്ത് പോയി നോക്കാം അല്ലേ. ചാമ്പയ്ക്ക് ഉപ്പിലിട്ടതാണ്. കഴിച്ചു നോക്കട്ടെ.
കേട്ടോ. മുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഹലോ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടി കിടക്കുന്നത്. പങ്കറാച്ചല്ലേ? ഞാൻ വിചാരിച്ചു ബോംബ് സ്ഫോടനമായിരിക്കും ആദ്യം. ഹലോ ഗൈസ്, ഞങ്ങളിവിടുത്തെ ടാറ്റ പറഞ്ഞ് ശംഖുമുഖത്ത് വരാമെന്ന് പറഞ്ഞ് എന്താണെന്ന് ശംഖുമുഖം എവിടെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ഭീമപ്പള്ളിയിലൊക്കെ വന്നിട്ട് കടപ്പുറത്ത് വരാമെന്ന് പറഞ്ഞ് ഇവിടെ കടലിറങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെ ഇതിൻ്റെ അതിലും വലിയ കുഴിയാണ്. അവർ ഇവിടുന്ന് വന്നപ്പോഴേ പറഞ്ഞ് മക്കളെ നിങ്ങൾ ഇറങ്ങല്ല, കാരണം കടൽ ഭയങ്കര ശോഭിച്ചിട്ടൊരു സമയമാണെന്ന് പറഞ്ഞു. ശോഭിച്ചിട്ടായിട്ട് ഭയങ്കര വലിയ തിട്ടയാണ്. അത് ആയിരിക്കും അവിടത്തേക്കാൾ ആഴമാണ്. അവിടെ പിന്നെ ഇറങ്ങാൻ സ്ഥലമുണ്ടായിരുന്നു, അവിടെ സമ്മതിക്കുന്നില്ല ഇറങ്ങാൻ. ശംഖുമുഖത്ത് പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞങ്ങളുടെ വണ്ടിയുടെ ടയർ പൊട്ടി. ഞങ്ങളൊരു ബോംബ് സ്ഫോടനം പോലത്തെ സൗണ്ടായിരുന്നു. അങ്ങോട്ട് ഇറക്കുകയും വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയ വണ്ടിയാണ്. പെട്ടെന്ന് അത് പൊട്ടി. അതിൻ്റെ റെഡിയാക്കണം. എപ്പോൾ റെഡിയാവുമെന്ന് അറിയത്തില്ല. അതിന് ശേഷം ഇതിൻ്റെ ഓച്ചറയ്ക്കാണ് പോകുന്നത്. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര വിഷമം. ഇവിടെ കടലിറങ്ങാൻ പറ്റില്ല, അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ സുരക്ഷയാണല്ലോ നമുക്ക് വലുത്. പറയേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് ഇറങ്ങരുത്, എടുക്കരുത്. നമ്മൾ ദൂരേന്ന് വന്ന ആൾക്കാരല്ലേ, നമ്മൾ ദൂരേന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് അവർ പറയുവാണ് അങ്ങോട്ട് ഇറങ്ങല്ലേ മക്കളെ, കാരണം അപകടമാണ്. സമയങ്ങളിൽ വരാതിരിക്കുന്നതാണ് നല്ലത്, കാരണം മഴക്കാലം തുടങ്ങിയ സമയമാണ്. കടൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ കുളങ്ങളുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ തവളയുടെ സൗണ്ടുകളും കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് കടൽ തീർത്ത് വരുമ്പം സാധാ കടൽ ഇങ്ങനെയല്ല, ഇളകി മറിഞ്ഞൊന്നും അല്ല വരുന്നത്. നോർമലി തന്നെ, പക്ഷേ ഇതൊരു കലക്കവെള്ളം വരുന്നത്, കലക്കവെള്ളം പോലാണ്. അത് ഭയങ്കര പതയും എടുത്തു മറിഞ്ഞ്. ഇപ്പം ഒന്ന് ഓർത്ത് വൈകി, ഈ മണ്ണ് തന്നെ ഇത്രയും കൊണ്ടുപോകുമ്പോൾ ഒരു മനുഷ്യൻ നിന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് വൈകി. നമ്മളെയൊക്കെ അങ്ങ് കൊണ്ടുപോകും ഈ കടല്, കാരണം മണ്ണ് ഇത്രയും കാർന്ന് നിൽക്കുന്നത്. അപ്പം ഇനിയും കാർന്ന് കണ്ടോ, ഇനിയും ഇവിടുന്ന് മണ്ണില്ലാതാവും. വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇപ്പൊ കടലിലിറങ്ങി ആഘോഷിക്കാന്ന് വിചാരിച്ചാൽ ആരും വിചാരിക്കണ്ട, നടക്കുന്ന കാര്യമല്ല. ഇറക്കത്തുമില്ല, നാട്ടുകാരും ഇറക്കത്തില്ല. അല്ലാതെ ബീച്ചുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള അതിനുള്ള വോളണ്ടിയർമാരുണ്ടല്ലോ, അവർ നോക്കും, അവർ വിസിലടിക്കും. നമ്മൾ ആ തിട്ടയിലോട്ട് പോകുമ്പോഴേ വിസിലടിക്കും. നമ്മളൊരു കാരണവശാലും അവർ ഇറക്കത്തില്ല കേട്ടോ. നമ്മളിന്ന് വീഡിയോ എടുക്കുന്നെങ്കിലും എപ്പോഴാണ് ഇത് ഇടിച്ച് താഴോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത്രയേറെ ഡേഞ്ചറാണ് കേട്ടോ. നമ്മളോടും പറഞ്ഞിട്ടുണ്ട് ഇറങ്ങലും ചെയ്തതും, നമ്മളെ വീഡിയോയുടെ ഭാഗമായിട്ട് പറഞ്ഞൊക്കെ ചെയ്തതേ ഉള്ളൂ. അതെ, അതാരും ഇത് അങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് മഴയുള്ള